ഓഫ് മാനേജ്മെന്റ് എന്ന ജപ്പാനിൽ അറിയപ്പെടുന്ന പാനസോണിക് എന്ന ജാപ്പനീസ് കമ്പനിയുടെ ഓണർ കൊണോസുകെ മത്സുഷിറ്റ ഒരിക്കൽ തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഒരു ഫേമസ് റെസ്റ്റോറന്റിൽ സ്റ്റീക്ക് കഴിക്കാൻ പോയി. മത്സുഷിറ്റ ഒഴികെ മറ്റു എല്ലാ സുഹൃത്തുക്കളും ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അദ്ദേഹം മാത്രം പ്ലേറ്റില് പകുതി സ്റ്റീക്ക് ബാക്കി വെച്ചു. അദ്ദേഹം കഴിച്ചില്ല. ഇത് കണ്ട് റെസ്റ്റോറന്റ് മാനേജർ ഒന്ന് ടെൻഷനായി. ഫുഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നൊന്ന് ഭയന്നു. ബില്ല് പേ ചെയ്യേണ്ട സമയമായപ്പോൾ മത്സുഷിറ്റ ചെഫിനൊന്ന് വരാൻ പറഞ്ഞു. ചെഫ് വന്നു. മാനേജറും ചെഫും ഒന്ന് ടെൻഷനായിരുന്നു. മത്സുഷിറ്റ ചെഫിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം റിയലി സോറി. സ്റ്റീക്ക് വളരെ ടേസ്റ്റി ആയിരുന്നു, പക്ഷെ എനിക്ക് വിശപ്പ് കുറവായതുകൊണ്ട് അത്ര കഴിക്കാൻ പറ്റിയില്ല, എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. റിയലി സോറി, തെറ്റിദ്ധരിക്കരുത്. ഇത് കേട്ട ചെഫും മാനേജറും സന്തോഷം കൊണ്ട് കണ്ണുനീരോടെ അദ്ദേഹത്തെ തൊഴുതു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്നും മിണ്ടാതെ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങിപ്പോകാം. ചെഫിനെ വിളിച്ച് തന്റെ ഇമോഷൻസ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് ഇതൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമാണോ? ഒരു ഗ്ലാസ് വെള്ളം തന്നവരോട്, ഭക്ഷണം ഉണ്ടാക്കി തന്നവരോടുള്ള റെസ്പെക്ട്, ഓരോരുത്തരുടെയും എഫേർട്ടിന്റെ വാല്യൂ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന റെസ്പെക്ട്, അതാണ് നമ്മൾ ഈ കഥയിൽ കണ്ടത്. ഇന്നത്തെ സെഷൻ, ദ ലാംഗ്വേജ് ഓഫ് റെസ്പെക്ട്, ദ മോസ്റ്റ് ഫോർഗോട്ടൺ എലിമെന്റ് ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. Respect is defined as honoring someone by treating them in a way that is polite, kind, and honors their wishes. മറ്റുള്ളവരോട് ദയയോടു കൂടിയും മര്യാദയോടു കൂടിയും പെരുമാറുന്നതും അവരുടെ താല്പര്യങ്ങളെ മാനിക്കുന്നതുമാണ് റെസ്പെക്ട്. വ്യക്തിപരമായ സ്വയം തിരിച്ചറിയലിന്റെയും വ്യക്തിബന്ധങ്ങളുടെയും ഒരു പ്രധാന ഘടകമാണ് റെസ്പെക്ട്. റെസ്പെക്ട് ഇല്ലാത്ത സ്ഥലത്തില് ആരെങ്കിലും നമ്മൾ പോവാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. റെസ്പെക്ട് ഇല്ലാത്ത വീട്ടിലോ? റെസ്പെക്ട് ഇല്ലാത്ത ഫംഗ്ഷനിലോ? റെസ്പെക്ട് ഇല്ലാത്ത ആളോടുകൂടി നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഒന്ന് മടിയുണ്ടാവും. നമുക്ക് ഒന്നും വേണ്ട, ഒരു ചെറിയ പുഞ്ചിരി മതി. പക്ഷെ അതുപോലും ഇല്ലെങ്കിൽ എവിടെയും ആർക്കും ഇഷ്ടപ്പെടില്ല, നമ്മൾ പോവില്ല, അല്ലേ? റെസ്പെക്ട് എന്നത് സൊസൈറ്റിയിൽ ഉയർന്ന സ്റ്റാറ്റസ് ഉള്ളവർക്ക് കൊടുക്കേണ്ട ഒന്നാണോ? ഉയർന്ന എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് മാത്രമുള്ളതാണോ? ധാരാളം പണമുള്ളവർക്ക് കൊടുക്കേണ്ട ഒന്നാണോ? എവിടെയാണ് നമുക്ക് റെസ്പെക്ട് വേണ്ടത്? റെസ്പെക്ട് ഈസ് നീഡഡ് എവ്രിവെയർ. റെസ്പെക്ട് എപ്പോഴും എല്ലാ സ്ഥലത്തും വേണം, എല്ലാ ഭാഗത്തും വേണം. നമ്മൾ രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്ന കണ്ണടയ്ക്കേണ്ട ആ നിമിഷം വരെ നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും റെസ്പെക്ട് വേണം. റെസ്പെക്ട് ഓൾ, റെസ്പെക്ട് എവ്രിതിങ്. നമ്മുടെ വീട് തന്നെയാണ് റെസ്പെക്റ്റിന്റെ ഫസ്റ്റ് സ്കൂളായിരിക്കേണ്ടത്. നമ്മൾ അച്ഛനമ്മമാർ കുട്ടികളെ റെസ്പെക്ട് പഠിപ്പിക്കുകയല്ല വേണ്ടത്, നമ്മളത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് ലെസൺ പാരന്റ്സ് തമ്മിൽ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റും അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരിക്കണം. കുട്ടികൾ അത് കണ്ടായിരിക്കണം വളരേണ്ടത്. ഗ്രാൻഡ് പാരന്റ്സിനോട് പെരുമാറേണ്ടത്, അതേപോലെ നമ്മൾ പെരുമാറുന്നത്, കെയർ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. കുട്ടികൾക്ക് അതൊരു വലിയൊരു പാഠമായിരിക്കും. അച്ഛനമ്മമാർ അതേപോലെ തന്നെ നമ്മൾ അയൽക്കാരോട് സംസാരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനോട്, വീട്ടിൽ വരുന്ന സെർവൻസിനോട്, ഇവരോടെല്ലാം നമ്മൾ പെരുമാറുന്ന ആ രീതി കണ്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ വളരേണ്ടത്. കുട്ടികൾ നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ നമ്മളിൽ നിന്നും റെസ്പെക്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. മുന്നിലുള്ള വ്യക്തി നമ്മിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആയിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് റെസ്പെക്ട്.
റെസ്റ്റോറൻറ്റിൽ നമുക്ക് സെർവ് ചെയ്യുന്ന വെയിറ്ററോട്, നമ്മളൊരു ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യുന്ന വെയിറ്ററോട് നല്ല വാക്കുകൾ നമുക്ക് പറയാം, നമുക്കൊന്ന് പുഞ്ചിരിക്കാം. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫിനോട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാം, നമുക്കൊന്ന് ചിരിക്കാം, അവരുടെ എഫേർട്ടിന് ഒരു താങ്ക് യു പറയാം. നല്ലൊരു സർവീസ് ആണെങ്കിലോ ഒട്ടും അടിക്കേണ്ട ആവശ്യമില്ല, അവരുടെ മാനേജറിനെ ഒന്ന് വിളിച്ച് രണ്ട് നല്ല വാക്കുകൾ പറയാം. അത് അവർക്ക് ആ ഒരു ദിവസം തന്നെ വളരെ സന്തോഷം തരുന്നതായിരിക്കും. നമ്മുടെ ഓഫീസിലാണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിനോട് വളരെ പൊളൈറ്റായിട്ട് നമുക്ക് സംസാരിക്കാം, ഒന്ന് ചിരിക്കാം, എന്താ ഏട്ടാ സുഖല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. എത്ര സന്തോഷമായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരോട് കുറച്ചൊന്ന് ക്ഷമ കാണിക്കാം, ഒന്ന് പുഞ്ചിരിക്കാം, അവരൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ. ആക്ച്വലി നമ്മൾ റെസ്പെക്ട് കാണിക്കാനുള്ള അവസരങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഷോ റെസ്പെക്ട് ടു പീപ്പിൾ ഹു ഡോണ്ട് ഈവൻ ഡിസേർവ് ഇറ്റ്, നോട്ട് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ദെയർ ക്യാരക്ടർ ബട്ട് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവേഴ്സ്. അർഹിക്കാത്തവർക്കും റെസ്പെക്ട് കൊടുക്കും. അത് അവർ മോശമായി പെരുമാറുന്നു എന്നതിനല്ല, ബട്ട് നമ്മുടെ ക്യാരക്ടറിന്റെ നന്മ കൊണ്ടായിരിക്കണം. നമുക്ക് ചിലപ്പോൾ തോന്നും, എന്നെ റെസ്പെക്ട് ചെയ്യാത്തവരെ ഞാൻ എന്തിന് റെസ്പെക്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ണികൃഷ്ണൻ സാറിന്റെ ലോ ഓഫ് കർമ്മയിൽ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കിയത്? നെഗറ്റിവിറ്റിയുടെ സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം, എന്നാലാണ് നമ്മൾ പോസിറ്റീവ് കർമ്മ ഉണ്ടാക്കുന്നത്. നമുക്ക് റെസ്പെക്ട് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. റെസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിനും സഹിഷ്ണുതയോടെ സമീപിക്കാൻ സാധിക്കും. മുന്നിലുള്ള വ്യക്തി എങ്ങനെയാണോ അവരെ നമുക്ക് അതുപോലെ തന്നെ സ്വീകരിക്കാൻ സാധിക്കും. മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഹെൽത്തി ബൗണ്ടറീസ്, ആരോഗ്യകരമായ അതിരുകൾ. റെസ്പെക്ട് നമ്മളെ സത്യസന്ധതയിലേക്ക് നയിക്കുന്നു. അതേപോലെ നിയന്ത്രണവും ക്ഷമയും പഠിപ്പിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ നമ്മളെ സഹായിക്കുന്നു. സ്നേഹബന്ധങ്ങൾ വികസിപ്പിക്കുന്നു. എത്രയെത്ര ഗുണങ്ങളാണ് നമുക്ക് റെസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഗുണങ്ങൾ മാത്രം തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഹൗ ടു പ്രാക്ടീസ് ബീയിങ് റെസ്പെക്ട്ഫുൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ വാക്കുകൾ ദയയും മര്യാദയും ഉള്ള വാക്കുകളായിരിക്കണം. അങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ക്ഷമ വേണം, കാത്തിരിക്കണം, നമ്മുടെ ചാൻസ് വരുന്നത് വരെ. അതുപോലെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വാക്കുകളിലൂടെ മാത്രമായിരിക്കണം ആ അഭിപ്രായ വ്യത്യാസം അറിയിക്കേണ്ടത്. സ്ഥലങ്ങൾക്കോ വസ്തുക്കൾക്കോ കേടുപാടുകൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യർക്ക് മാത്രമല്ല റെസ്പെക്ട്, സ്ഥലങ്ങൾക്കും വസ്തുക്കൾക്കും എല്ലാവർക്കും. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എവ്രിതിങ്. എക്സാമ്പിൾ, നമ്മൾ പുറത്തു പോകുന്നു, ചിലപ്പോൾ പാർക്കിലേക്ക്, സിനിമാ തിയേറ്റർ, ബസ് സ്റ്റാൻഡ്, ചരിത്ര സ്മാരകങ്ങളിലേക്കൊക്കെ നമ്മളൊക്കെ പോകും. അവിടെയൊക്കെ നമ്മുടെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ് നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ളത്. അതൊക്കെ എപ്പോഴും നമ്മൾ അത് ഓർക്കണം. നമ്മൾ കൊണ്ടുപോകുന്ന കവറുകളും വേസ്റ്റുകളും ഉചിതമായ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടുക. മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ വോയിസ് ലെവലും പെരുമാറ്റങ്ങളും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ രാജ്യം, നമ്മുടെ സ്ഥലം എല്ലാം നമ്മുടെ വീട് മാത്രമല്ല, പുറത്തും നമ്മുടെ സ്ഥലമായിട്ട് തന്നെ നമ്മൾ കാണണം. എല്ലാം നമ്മുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണണം. ഏത് സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. നമ്മൾ ഏതൊരു സാധനം ഉപയോഗിക്കുമ്പോഴും, ഫോർ എക്സാമ്പിൾ വെള്ളം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം, ഓവർ യൂസ് വേണ്ട. ഫുഡ്, അങ്ങനെ ഏത് കാര്യവും നമുക്ക് വേസ്റ്റ് ആക്കാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ സമയത്തിനെ നമ്മൾ മാനിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് എപ്പോഴും ഓർമ്മ വേണം. ഗോസിപ്പ് ചെയ്യരുത്. താങ്ക് യു പറയാൻ ഒരു മടിയും വേണ്ട. താങ്ക് യു പറയേണ്ട സ്ഥലത്ത്. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെയാണ് ജെന്യൂൻ അപ്രിസിയേഷൻ, അത് പ്രകടിപ്പിക്കണം. നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യണം.
അതേപോലെ മറ്റുള്ളവരുടെ സംസ്കാരത്തെയും ആചാരങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പാരൻസ് ഇവിടെ അമേരിക്കയിലേക്ക് വന്ന സമയത്ത് ഞാനും എൻ്റെ അച്ഛനും ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കോളനിയിൽ തന്നെയുള്ള ഒരാള് ദൂരെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുകയാണ്. വളരെ ചിരിച്ചിട്ട് ഇങ്ങനെ കൈ കാണിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ കോളനിയിലുള്ള മെയിൻ്റനൻസ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന് അത്ര ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. സ്പാനിഷ് ആണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹം കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അമീഗോ അമീഗോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സ്പാനിഷില് അമീഗോ എന്നാല് ഫ്രണ്ട് എന്നാണ് അത് അർത്ഥം. എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനത് മക്കളുടെ അടുത്ത് ചോദിച്ചപ്പോ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഫ്രണ്ട് എന്നാണെന്ന്. അപ്പോ എന്നെ എന്തിനാണ് വിളിക്കുന്നത്? എനിക്ക് തോന്നി, എന്തിനാണ് ഇപ്പൊ അദ്ദേഹം എന്നെ അമീഗോ അമീഗോ എന്ന് വിളിക്കുന്നത്? നോക്കിയപ്പോൾ എന്റെ അച്ഛനാണ് അദ്ദേഹത്തിന് ടാറ്റ പറയുന്നു, അങ്ങോട്ട് പറയുന്നു. അച്ഛൻ അങ്ങോട്ട് ടാറ്റ പറയുന്നു, അദ്ദേഹം അവിടുന്ന് ടാറ്റ പറയുന്നു. അച്ഛൻ ഇങ്ങനെ കൈ കാണിക്കുകയാണ്. അടുത്തെത്തിയപ്പോൾ അച്ഛനെ കാണിച്ച് അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയുകയാണ്, മീ അമീഗോ, മീ അമീഗോ, എന്റെ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ടാണെന്ന് അച്ഛനെ കാണിച്ചിട്ട് പറയാണ്. എനിക്ക് വലിയൊരു സന്തോഷവും അത്ഭുതവും തോന്നി. ആഹാ, എന്തപ്പോ സംഭവിച്ചത്? കാരണം അച്ഛനും പുതിയ സ്ഥലമാണ്, അത്ര ആരെയും പരിചയമില്ല, അച്ഛനും ഭാഷയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നി. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താ നടന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, 2 ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വേസ്റ്റ് ബാഗുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോവായിരുന്നു. അപ്പൊ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് എല്ലാം കൂടി ഒരുമിച്ച് താഴെ വീണു. അപ്പൊ അച്ഛൻ വേഗം പോയി അദ്ദേഹത്തിന് ആ സാധനങ്ങളൊക്കെ ഒന്ന് റീലോഡ് ചെയ്യാൻ അച്ഛൻ സഹായിച്ചു. അതാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സന്തോഷം. ഇന്നും ആ മെയിൻ്റനൻസ് പേഴ്സണ് എന്നെ കണ്ടാൽ ചോദിക്കും, അമീഗോ ഗുഡ്, അമീഗോ ഗുഡ്, അച്ഛൻ സുഖമായിരിക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ചെറിയ ആക്ട് ഓഫ് കൈൻഡ്നസ്, കെയർ, എംപതി, മനസ്സിൽ മാറാത്ത റെസ്പെക്ട്. നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് എത്ര സംഭവമാണ് അങ്ങനെ അല്ലേ? നമുക്ക് ഓരോരുത്തർ ചില ആളുകളെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു നിമിഷമായിരിക്കും ചിലപ്പോൾ അവര് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരെ മറക്കില്ല. റെസ്പെക്ട് കാണിക്കാൻ ഒരു ലാംഗ്വേജിന്റെയും ആവശ്യമില്ല. റെസ്പെക്ട് ഈസ് ദ മ്യൂസിക് ദ ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് ദ ബ്ലൈൻഡ് ക്യാൻ സീ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണിത്. നമ്മൾ ഇതുവരെ കണ്ടത് മറ്റുള്ളവരെ റെസ്പെക്ട് എങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷെ ആ റെസ്പെക്ട് സത്യം പറഞ്ഞാല് ഇനീഷ്യേറ്റ് ആവുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം റെസ്പെക്ട് ചെയ്യേണ്ടത്. സെൽഫ് റെസ്പെക്റ്റ് ആണ് പുറമേ കാണിക്കുന്ന എല്ലാ റെസ്പെക്റ്റിന്റെയും ഉറവിടം. സെൽഫ് റെസ്പെക്റ്റ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. അതിന്റെ എഫക്റ്റ്, സെൽഫ് റെസ്പെക്റ്റിന്റെ എഫക്റ്റ് നമ്മുടെ ജീവിതകാലം മുഴുവൻ അനുഭവപ്പെടാൻ നമുക്ക് സാധിക്കും. നമുക്ക് അതിന്റെ അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും. സെൽഫ് റെസ്പെക്റ്റ് അത് അതിന്റെ വഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ റെസ്പെക്റ്റ് പുറത്തല്ല തേടേണ്ടത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ തേടേണ്ടത്. മറ്റുള്ളവര് നമ്മളെ റെസ്പെക്റ്റ് ചെയ്താലേ ഞാൻ ഹാപ്പി ആവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റും ഹാപ്പിനെസ്സും സെൽഫ് വർത്തും മറ്റുള്ളവരുടെ കയ്യിലായി പോകും. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരാള് നമ്മളോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, താൻ ഒരു യൂസ്ലെസ് ആണ്, നിങ്ങളുടെ ബ്ലൂ കളർ സാരി നല്ലതല്ല, നിങ്ങളൊന്ന് ഓവർ വെയിറ്റ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ പോവും ഓവർ വെയിറ്റ് ആണെന്നൊക്കെ പറഞ്ഞാല്. പണ്ട് എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, അത് അയാളുടെ ചോയ്സ് ആണ്, അയാളുടെ പെർസ്പെക്റ്റീവ് ആണ്. അയാൾ പറയുന്നത് കേട്ട് നമ്മൾ സങ്കടപ്പെടരുത്. നമ്മൾ നമ്മളോട് തന്നെ ദേഷ്യപ്പെടരുത്, നമ്മളെ കുറ്റപ്പെടുത്തരുത്, നമ്മളെ താഴ്ത്തരുത്. ആ സമയത്ത് നമ്മൾ നമ്മളോട് പറയണം, അത് അയാളുടെ അഭിപ്രായം മാത്രമാണ്. ഐ എം എ വെരി ഗുഡ്, ഞാൻ വെരി ഗുഡ് ആണ്, ഞാൻ ഫ്രണ്ട്ലി ആണ്, ഞാൻ കൈൻഡ് പേഴ്സൺ ആണ്, ഐ എം ദ ബെസ്റ്റ് ജഡ്ജ് ഓഫ് കളേഴ്സ്, മൈ വെയിറ്റ് ഈസ് അണ്ടർ കൺട്രോൾ, ഐ ലവ് മൈ ബോഡി. ഏതൊരു വ്യക്തി തൻ്റെ ഉള്ളിൽ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടും ഹാപ്പി ആയിട്ടും ഉണ്ടോ, ആ വ്യക്തി തൻ്റെ ചുറ്റിലുമുള്ള എല്ലാറ്റിനെയും റെസ്പെക്ട് ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡോടെ കാണും. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജുഡിത്ത് ജാക്സൺ പറയുന്നത്, സെൽഫ് റെസ്പെക്ട് ഈസ് ദ
everyday discipline of loving who you are. ഞാൻ ഇന്ന് ഇപ്പോൾ എന്താണോ, എങ്ങനെയാണോ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നമ്മളിപ്പോ എന്താണോ, നമ്മളിപ്പോ എങ്ങനെയാണോ അങ്ങനെയുള്ള നമ്മളെ നമ്മൾ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റുള്ളവർ പറയുന്നത് അതെന്താണെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അതല്ല നമ്മൾ നമ്മളോട് പറയാൻ പോകുന്നത്. ഐ ലവ് ബീയിങ് മൈ വേ. ഐ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് മൈസെൽഫ്. He who respects himself wears a coat of mail that no one can pierce. ഹെൻറി വേർഡ്സ്വർത്തിന്റെ വാക്കുകളാണിത്. ഏതൊരു നെഗറ്റിവിറ്റിയും നമ്മളെ വേദനിപ്പിക്കില്ല, ഏതൊരു ഇൻസൾട്ടും നമ്മളെ തകർക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് റെസ്പെക്ട് എത്രമാത്രമുണ്ട് അത് നമുക്ക് അറിയാൻ കഴിയണം. അതിന് നമുക്ക് ഒരു ചെറിയ ടൂൾ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, MRI സ്കാൻ ചെയ്യുന്ന പോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, MRI സ്കാൻ. അതേപോലെ ഇതൊരു SRI സ്കാൻ ആണ്, സെൽഫ് റെസ്പെക്ട് ഇൻസ്പെക്ഷൻ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതില് സ്റ്റെപ്പ് നമ്പർ 1 സെൽഫ് റെസ്പെക്റ്റിൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ഉണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഫോക്കസ്ഡ് ആണോ, ഡെഡിക്കേറ്റഡ് ആണോ, എനർജറ്റിക്കും ക്രിയേറ്റീവുമാണോ, നമുക്കൊന്ന് നോക്കാം. അതേപോലെ ട്രീറ്റ്മെന്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തില് നമ്മൾ കൈൻഡ്നെസ് കാണിക്കാറുണ്ടോ, തോട്ട്ഫുൾ ആണോ, സെൽഫ് സാക്രിഫൈസിങ് ആണോ. അതേപോലെ പേഴ്സണൽ ഗ്രോത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വായനാശീലം നമുക്കുണ്ടോ, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ, എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടോ, പഴയ കാഴ്ചപ്പാടുകളെയൊക്കെ നമ്മൾ വെല്ലുവിളിക്കാറുണ്ടോ, മൈൻഡ് പ്ലസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ടോ. അതേപോലെ ഫിലോന്ത്രഫി, നമുക്ക് സാധിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ. അടുത്തത് പേഷ്യൻസ്, മറ്റുള്ളവർക്കും പറയാനുള്ളത് ക്ഷമയോടെ നമ്മൾ കേൾക്കുന്നുണ്ടോ. ഹംബിളായി മറ്റുള്ളവർക്കും അവസരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ടോ. സ്റ്റെപ്പ് നമ്പർ 2, ഈ പറഞ്ഞ കാര്യങ്ങളില് എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളില് നമുക്ക് എന്തൊക്കെയാണ് ഓൾറെഡി ഉള്ളത്. നമ്മൾ ഇനി ചെയ്യേണ്ടത് 1 to 7 എന്ന സ്കോറിങ്ങില് ഓപ്ഷൻസില് നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഓരോ കാറ്റഗറിക്കും എത്രത്തോളം നമ്മൾക്ക് മാർക്ക് കൊടുക്കാമെന്ന്. ഒരു സാമ്പിളിന് ഇവിടെ സ്ക്രീനിൽ ഒരു ആളുടെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സ്കോർ 15-ന് മുകളിലാണെങ്കിൽ നമ്മൾ കറക്റ്റായ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇംപ്രൂവ്മെന്റ്സ് വേണ്ട സ്ഥലത്ത് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. ആൻഡ് വിത്തിൻ നെക്സ്റ്റ് 3 to 6 മന്തിനുള്ളിൽ നെക്സ്റ്റ് SRI നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ സെൽഫ് റെസ്പെക്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കും, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കാൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു സ്കാൻ. നമ്മളെല്ലാവരും അത് നമുക്ക് ചെയ്ത് നോക്കാം. അതേപോലെ അടുത്തത് കുറച്ച് സെൽഫ് റെസ്പെക്ട് റിമൈൻഡേഴ്സ് ആണ്. സെൽഫ് റെസ്പെക്ട് നിയന്ത്രിക്കുന്നത് നമ്മൾ മാത്രമാണ്. സെൽഫ് റെസ്പെക്ട് നിയന്ത്രിക്കുന്നത് നമ്മൾ മാത്രമാണ്. അതേപോലെ തന്നെ നിങ്ങൾ അഭിനന്ദിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിൽ നിന്നാണ് സെൽഫ് റെസ്പെക്ട് വളരുന്നത്. സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുന്നത് നമുക്ക് ഉള്ളിലേക്ക് നോക്കുന്നതിലൂടെയാണ്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്നതിലൂടെയാണ് സെൽഫ് റെസ്പെക്ട് വളരുന്നത്. സെൽഫ് റെസ്പെക്ട് മറ്റുള്ളവർക്ക് തകർക്കാനുള്ള ഒന്നല്ല. സെൽഫ് റെസ്പെക്ട് സമ്പത്തിനെയോ പദവിയെയോ വിജയത്തെയോ ആശ്രയിക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് പോകാം.